ഉത്പാദന ചെലവിൽ വൻ വർധനമാണ് ഉണ്ടാകുന്നത്. ആഹാര സാധനങ്ങൾ, പാചകം ചെയ്യുന്ന സാധനങ്ങൾ, അതുമാത്രമല്ല വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഓഹരികൾ കൂപ്പുകുത്തുന്നത് കണ്ടു സ്റ്റോക്ക് മാർക്കറ്റിൽ. അതുപോലെ എണ്ണ കമ്പനികളുടെ ഓഹരികൾ എന്ന് വേണ്ട സകല രംഗത്തും IT രംഗത്തൊഴിച്ച് മറ്റെല്ലാ രംഗത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറ്റ് വാസ് ബ്ലഡ് ബാത്ത് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്. സൂചനയാണ് ലോകമെമ്പാടുമുള്ള ചൈനീസ് വിപണി തകർന്നടിഞ്ഞ കാഴ്ച കണ്ടു. കഴിഞ്ഞ ദിവസം ജപ്പാൻ്റെ നിക്കി ഇൻഡെക്സ് 5% ഒറ്റ ദിവസം കൊണ്ട് താണത്. അതുകൊണ്ട് ഓഹരി വിപണി താഴുമ്പോൾ അത് ഓഹരി വിപണി താഴ്ചയല്ലേ, അത് നേരിട്ട് ജനങ്ങളെ ബാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കമ്പനികൾക്ക് വിഭവ സമാഹരണം, പ്രൈമറി മാർക്കറ്റിൽ നിന്നുൾപ്പെടെ വിഭവ സമാഹരണം, പണം സ്വീകരിക്കാനുള്ള അന്തരീക്ഷം കുറയുന്നു, പ്രൊഡക്ടിവിറ്റി കുറയുന്നു, ഉത്പാദനം വെട്ടിക്കുറയ്ക്കേണ്ട അവസ്ഥ വരുന്നു, വളരെ വലിയ ഇൻഫ്ലേഷൻ, സാധനങ്ങൾ കിട്ടാതില്ലാതെ വരുന്നു, വലിയ ഡിമാൻഡ് ഉണ്ടാകും, ഇൻഫ്ലേഷൻ ഉണ്ടാകും. ആത്യന്തികമായി ഒരു മാന്ദ്യം, ലോകത്ത് വൻപൻ മാന്ദ്യം, 2009 വർഷം ഉണ്ടായ സാമ്പത്തിക മാന്ദ്യത്തെക്കാൾ കടുപ്പമുള്ള ഒരു വൻ മാന്ദ്യം, ദീർഘകാലം നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള മാന്ദ്യത്തിൻ്റെ ആരംഭമാണ് ഈ കാര്യങ്ങൾ, ഈ സംഭവവികാസങ്ങൾ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇത് മുഴുവൻ വരുത്തി വെച്ചത് ആത്യന്തികമായി ഒരു കണക്കെടുക്കുമ്പോൾ ഇത് മുഴുവൻ തന്നെ ഡൊണാൾഡ് ട്രംപ് എന്ന ഒറ്റ വ്യക്തിയുടെ അതിമോഹം, അമേരിക്കയുടെ കണക്ക് കൂട്ടലിൽ വന്ന പിശക്.